ശക്തമായ മഴ തുടർന്നാൽ ഈ പറഞ്ഞതുപോലെയുള്ള പ്രായോഗിക പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് പല ഭാഗങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെടും, നാശനഷ്ടങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു അടിയന്തര ഘട്ടത്തിൽ ജനങ്ങളെ മാറ്റി പാർപ്പിക്കേണ്ടതുണ്ട് എങ്കിൽ അതിനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ടോ? അത്തരം സജ്ജീകരണങ്ങളും ഒക്കെ ഒരുക്കാൻ വേണ്ടി നേരത്തെ തന്നെ ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അത് സ്വാഭാവികമായും കഴിഞ്ഞ 2018 മുതൽ കേരളത്തിൽ പലയിടങ്ങളിലായി നമ്മൾ കണ്ടതാണ്. വലിയ പ്രളയം 2018 നമ്മൾ നേരിട്ടതാണ്. അതിനുശേഷം പിന്നീട് എല്ലാ മൺസൂൺ വരുന്നതിന് മുന്നോടിയായി തന്നെ ജില്ലാ ഭരണകൂടം അതിനുള്ള നിർദ്ദേശങ്ങൾ നൽകുന്ന ഒരു പതിവുണ്ട്. അത്തരത്തിലുള്ള ഒരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യം കോഴിക്കോടിന് ആശ്വാസമായുള്ളത്, കല്ലായി പുഴയുടെ അവിടെ ചളി വാരുന്നൊരു പ്രവൃത്തി കഴിഞ്ഞ കുറച്ച് 2 മാസങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് നഗരത്തിൽ വലിയൊരു ആശ്വാസമാണ്. കാരണം ഈ കഴിഞ്ഞ തവണകളിലൊക്കെ കല്ലായിപ്പുഴ ചളി മൂടിയതിനാലായിരുന്നു ഈ കനോലി കനാൽ ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ കടലിലേക്ക് വെള്ളം ഒഴുകാൻ കഴിയാതെ വലിയ തോതിൽ വെള്ളം പുറത്തേക്ക് വരികയും കോഴിക്കോട് നഗരമൊക്കെ വലിയ തോതിൽ വ്യാപിക്കുകയും ചെയ്യുന്നൊരു സാഹചര്യമൊക്കെ, വെള്ളം കയറുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതിന് ഇത്തവണ ഒരു ആശ്വാസം ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം വലിയ തോതിലുള്ള ചളി കല്ലായി തുറമുഖത്ത് നിന്നും ഇത്തവണ മാറ്റിയിട്ടുണ്ട്. അതൊരു ആശ്വാസമാണ്. പക്ഷേ നഗരത്തിലുള്ള ഇടത്തോടുകൾ, ഒപ്പം തന്നെ ഈ ഡ്രൈനേജ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ പറയുന്ന രീതിയിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അത് പൂർണ്ണ തോതിലുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ, അല്ലെങ്കിൽ അത് അടഞ്ഞു കിടക്കുന്ന ഓടകളൊക്കെ തുറസാക്കുന്ന പ്രവൃത്തി ആ രീതിയിൽ നടത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് ഒരു പ്രതിസന്ധി ഉണ്ടാക്കാനുള്ള സാഹചര്യമുണ്ട്. ഇക്കാര്യത്തിൽ കോർപ്പറേഷൻ ഇനി എന്ത് ചെയ്യുമെന്നാണ് അറിയേണ്ടതുള്ളത്. ഒപ്പം തന്നെയാണ് ഈ മലയോര മേഖലയിൽ കോഴിക്കോട് പല സ്ഥലങ്ങളിലും, പ്രത്യേകിച്ചും കുറ്റ്യാടി, തൊട്ടിൽപ്പാലം, ഈ മുക്കം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ, ഇരുവഴിഞ്ഞിപ്പുഴ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലൊക്കെ അതുകൊണ്ട് ചേർന്ന മലയോര പ്രദേശങ്ങളിൽ പലതവണ ഈ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ട്. ഒരു സാഹചര്യമുണ്ട്, ചെറിയ തോതിലുള്ള ഉരുൾപൊട്ടൽ. കോഴിക്കോട് വിലങ്ങാട് നമ്മൾ കഴിഞ്ഞ തവണ വയനാട് ചൂരൽമലയോടൊപ്പം തന്നെ വിലങ്ങാട് വലിയ തോതിൽ ഉരുൾപൊട്ടൽ നമ്മൾ നേരിട്ടതാണ്. വലിയ ഭീതിയായി നമ്മുടെയൊക്കെ ഉള്ളിലുണ്ട്, ഒരു ആശങ്കയും ഉണ്ട്. ഏതായാലും കാര്യമായ പ്രശ്നങ്ങളൊന്നും ഒരു ഭാഗത്തും ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നമുക്ക് വിചാരിക്കാം.